ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂവേഷൻ, കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് തന്നെയാണ് ഇന്ന്. നമ്മൾ കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ട്രിഗണോമെട്രി, ത്രികോണമിതി എന്നതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ തന്നെ നമ്മളൊന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അവിടെ നിന്ന് നിർത്താൻ പറ്റില്ല, അത് തന്നെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്നും പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് തരത്തിലുള്ള ട്രയാങ്കിൾസ്, അതായത് രണ്ട് തരത്തിലുള്ള റൈറ്റ് ട്രയാങ്കിൾസ്, രണ്ട് തരത്തിലുള്ള മട്ട ത്രികോണങ്ങളുടെ, അതായത് അതിൻ്റെ അളവുകൾ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി എന്നീ മെഷർമെന്റ്സ് ഉള്ള, എന്നീ ആംഗിൾസ് മെഷർമെന്റ്സ് ഉള്ള, കോണുകളുടെ അളവുകളുള്ള ത്രികോണത്തിന്റെ വശങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് നമുക്കറിയാം ത്രികോണത്തിന്റെ വശങ്ങളും കോണുകളും കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ് ഏത് ട്രിഗണോമെട്രി എന്ന ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് പറയുന്നത്. അല്ലെങ്കിൽ ത്രികോണമിതി എന്ന് പറയുന്ന അളവുകൾ തന്നെ എന്ന് പറയുന്നത് ത്രികോണവുമായി ബന്ധപ്പെട്ട അളവുകളാണ്. അപ്പൊ ത്രികോണത്തിന്റെ കോണുകൾ കാണുക, അതിന്റെ വശങ്ങൾ കാണുക. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് തരത്തിലുള്ള ട്രയാങ്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണെങ്കിൽ, ആംഗിൾസിന്റെ മെഷേഴ്സ് അങ്ങനെയാണെങ്കിൽ their sides will be in the ratio of 1:1:√2 എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് രണ്ട് വശങ്ങൾ, ആ 45 ഡിഗ്രി കോണുകൾക്ക് ഒപ്പോസിറ്റ് കിടക്കുന്ന വശങ്ങളും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും, 1:1. ഇഫ് ഇറ്റ് ഈസ് one side is 4 cm, other side also will be 4 cm. രണ്ട് വശങ്ങൾ 4 cm വീതമായിരിക്കും. എന്നാൽ അതിന്റെ മൂന്നാമത്തെ സൈഡായ ഹൈപ്പോട്ടന്യൂസ്, വിച്ച് ഈസ് ഒപ്പോസിറ്റ് ടു ദ 90 ഡിഗ്രി ആംഗിൾ, 90 ഡിഗ്രി കോണിന്റെ ഒപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ, ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് 4 cm. ദാറ്റ് മീൻസ് ആ ഈക്വൽ ആയിട്ടുള്ള സൈഡിന്റെ കൂടെ നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? √2 കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ സൈഡായ ഹൈപ്പോട്ടന്യൂസ് കിട്ടും. അത് ഒരെണ്ണം. മറ്റൊരു ട്രയാങ്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് 30 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഇഫ് ദ ആംഗിൾസ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 30 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി, their sides will be in the ratio of 1:√3:2, 1:3:2 എന്നാണ്. ആ രീതിയിൽ അതിന്റെ അളവുകളും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു പഠിച്ചു അല്ലേ? എന്താണ് ഹൈപ്പോട്ടന്യൂസ് കാണാനും പഠിച്ചു, ബേസ് ആണ് കാണേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക ആൾട്ടിറ്റ്യൂഡ് ആണ് കാണേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ രണ്ടെണ്ണം മിസ്സിംഗ് ആണ്, ഒരെണ്ണം മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ അതെങ്ങനെയൊക്കെ ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. എല്ലാവരും കണ്ടു കാണുമല്ലോ, ക്ലാസ്സൊക്കെ കണ്ടാൽ മാത്രം പോരാ, അത് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. മാത്സ് ചെയ്ത് തന്നെ പഠിക്കണം, എന്നാലേ നമുക്ക് അതിൽ എക്സ്പേർട്ട് ആകുള്ളൂ. എന്ത് നമ്മൾ ചെയ്ത് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോഴാണ് അത് നമ്മൾ എന്താകുക, അതിൽ എക്സ്പേർട്ട് ആകാം. അപ്പോൾ രണ്ട് രീതിയിലുള്ള ട്രയാങ്കിൾസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ there are some triangles, എന്നാൽ മറ്റ് ത്രികോണങ്ങളും ഇല്ലേ ഇതുപോലെ നമുക്ക് the sum of angles which is equal to 90 ഡിഗ്രി, 90 ഡിഗ്രി ആകാൻ പറ്റിയത് ഈ 30, 60 അല്ലെങ്കിൽ 45 മാത്രമല്ല, ഇനിയും ഒരുപാട് ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ആംഗിൾസ് ഇഫ് ദേ ആർ നോട്ട് ഇൻ ദിസ് പർട്ടിക്കുലർ റേഷ്യോ, ഈ പറയുന്ന പ്രത്യേക രീതിയിലുള്ള റേഷ്യോയിലല്ല, അംശബന്ധത്തിലല്ല, അതായത് 45, 90 അല്ലെങ്കിൽ 30, 60, 90 എന്നീ അംശബന്ധങ്ങളിലല്ല എങ്കിൽ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ മെഷേഴ്സ് ഓർ ദ സൈഡ്സ് ഓഫ് സച്ച് ട്രയാങ്കിൾസ്? അത്തരം ത്രികോണങ്ങളുടെ വശങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇഫ് വൺ സൈഡ് ഈസ് ഗിവൺ, ഒരു വശം തന്നിട്ടുണ്ടാവണം കേട്ടോ, എങ്ങനെ വന്നാലും ഒരു സൈഡ്, അറ്റ്ലീസ്റ്റ് വൺ സൈഡ് ഷുഡ് ബി ഗിവൺ, എന്നാലേ നമുക്ക് മട്ട ത്രികോണത്തിന്റെ വശങ്ങൾ ബാക്കിയുള്ളവ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്തരം ത്രികോണങ്ങളെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇതിന് നമ്മൾ പഠിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള കുറച്ച് ട്രയാങ്കിൾ മെഷർമെന്റ് കാണാനുള്ള കുറച്ച് പ്രത്യേക രീതിയിലുള്ള റേഷ്യോസ് ആണ് നമ്മൾ പഠിക്കാൻ പോണത്, വിച്ച് ഈസ് നോൺ ആസ് ടി റേഷ്യോസ്. ടി റേഷ്യോസ് അല്ലെങ്കിൽ ടി അംശബന്ധങ്ങൾ എന്നറിയപ്പെടുന്ന കുറച്ച് പുതിയ റേഷ്യോസ് ആണ് നമ്മൾ പഠിക്കുക. കേട്ടിട്ടുണ്ടാവുമായിരിക്കും, എവിടെയെങ്കിലും ഒക്കെ നമ്മൾ പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ടാകും. സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക് ആൻഡ് കോട്ട്, ഇങ്ങനെ 6 അംശബന്ധങ്ങളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന 6 റേഷ്യോസ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ അതിനെ പറയുന്നത് ടി റേഷ്യോസ് എന്നാണ്. ഈ ടി റേഷ്യോസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം റൈറ്റ് ട്രയാങ്കിൾസിന്റെ മെഷേഴ്സ് കണ്ടുപിടിക്കാം. ഇപ്പൊ റൈറ്റ് ട്രയാങ്കിൾ ആവണം നിർബന്ധമില്ല. റൈറ്റ് ട്രയാങ്കിൾ ആക്കിയതിന് ശേഷം നമുക്കത് കൺവേർട്ട് ചെയ്ത്, അതായത് when we draw a perpendicular line through a triangle, ഒരു ത്രികോണത്തിന്റെ കൃത്യം നടുക്കിയ കൂടിയോ അല്ലെങ്കിൽ ഒരു മോളിൽ നിന്ന്, അതായത് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് നമ്മൾ ഒരു താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ we can make 2 right triangles അല്ലേ? നമുക്ക് 2 മട്ട ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതിന്റെ വശങ്ങൾ ആ രീതിയിലും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ മട്ട ത്രികോണങ്ങളുടെ വശങ്ങൾ കാണാനായിട്ട് നമ്മൾ പഠിക്കുന്ന പുതിയ റേഷ്യോസിന്റെ പേരാണ് ടി റേഷ്യോസ്. അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സൈൻ, then കോസ്, ടാൻ, അതിന്റെ പേരുകൾ ഓർത്തിരിക്കുക, കൊസീക്, സീക് ആൻഡ് കോട്ട്.
ഇതാണ് ഈ ടി റേഷ്യോസ് എന്നറിയപ്പെടുന്ന 6, 1, 2, 3, 4, 5, 6 റേഷ്യോസ് ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ആ റേഷ്യോസിലല്ല അതിന്റെ ആംഗിൾസ് എങ്കിൽ, തന്നിരിക്കുന്ന ത്രികോണങ്ങളുടെ അംശബന്ധങ്ങൾ അതല്ല എങ്കിൽ, അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ രീതിയിലും കണ്ടുപിടിക്കാം. അതല്ല എങ്കിൽ അതിന് നമ്മൾ ഓൾറെഡി അതിന്റെ വശങ്ങൾ കണ്ടുപിടിക്കാനുള്ള റേഷ്യോ നമുക്കറിയാം. ഒന്ന് 1:1:√2 മറ്റൊന്ന് 1:3:2 അത് ആ രീതിയിൽ കണ്ടുപിടിക്കാം. ഇത് ഉപയോഗിച്ചാലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ ചെയ്ത് നോക്കും, അപ്പൊ പറഞ്ഞുതരാം. അപ്പൊ ഈ റേഷ്യോസ് ഉപയോഗിച്ചും മറ്റു തരത്തിലുള്ള ട്രയാങ്കിൾസ്, മറ്റു തരത്തിലുള്ള റൈറ്റ് ട്രയാങ്കിൾസ് ആക്കി മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, സൈഡ്സിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും, വശങ്ങളുടെ നീളങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്താണ് ഈ സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക്കാൻഡ്, കോട്ട്? ഇത് നമുക്ക് എന്താണെന്നും നമുക്ക് ഓരോന്നോരോന്ന് അതെന്താണെന്നും അതെങ്ങനെയാണ് നമ്മൾ അതിന്റെ ട്രയാങ്കിൾ അപ്ലൈ ചെയ്യുന്നതെന്നും ഒക്കെ നമുക്കൊന്ന് ഓരോന്ന് 1 by 1 നോക്കാലോ. അപ്പൊ ഫസ്റ്റ് വൺ സൈൻ ആണ്. സൈൻ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ സൈനും കോസും ടാനും ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതിനുശേഷം അത് വെച്ചിട്ട് നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഓരോന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യത്തേത് സൈൻ ആണ്. സൈൻ ഇസ് ഈക്വൽ ടു ഒപ്പോസിറ്റ്. സൈൻ മീൻസ് സൈൻ ആംഗിൾ ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾസിലെ, അതായത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കുമല്ലോ, ആ റൈറ്റ് ട്രയാങ്കിളിലെ മറ്റ് 2 90 ഡിഗ്രി ഒഴിച്ചുള്ള മറ്റ് 2 ആംഗിൾസ് ദേ വിൽ ബി അക്യൂട്ട് ആംഗിൾസ്. അത് ന്യൂനകോണുകളായിരിക്കും. ആ ന്യൂനകോണുകളിൽ ഏതെങ്കിലും ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മറ്റ് സൈഡുകളൊക്കെ പറയുക. അപ്പൊ ആ സൈഡുകൾക്ക് ഓരോ പേരുകളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഈ സൈൻ, കോസ്, ടാനും കൊസീക്, സീക്, കോട്ട് ഒക്കെ വെച്ച് നമ്മൾ ചെയ്യാൻ പോകുക. അപ്പൊ ആദ്യത്തേത് സൈൻ ആണ്. സൈൻ തീറ്റ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇഫ് ആംഗിൾ ഈസ് നോട്ട് മെൻഷൻഡ് വി വിൽ ടേക്ക് ഇറ്റ് ആസ് തീറ്റ. അതിന്റെ വാല്യൂ നമ്മൾ തീറ്റ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ സൈൻ എന്ന് പറയുന്നത് എ, ദാറ്റ് മീൻസ് ദ ആംഗിൾ എ, സൈൻ എ. അല്ലെങ്കിൽ സൈൻ ബി എന്ന് പറഞ്ഞാൽ ദ ആംഗിൾ ബി. ആ ആംഗിൾ റിലേറ്റഡ് ആയിട്ട്, ആ ആംഗിളിന്റെ പേര് റിലേറ്റഡ് ആയിട്ടുള്ള സൈഡ് വെച്ചിട്ടാണ് നമ്മൾ, ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മറ്റ് സൈഡുകളുടെയൊക്കെ നെയിമിങ് കൊടുക്കേണ്ടത്, പേര് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക. അത് ഞാൻ ഫിഗർ വരച്ച് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് പറയാം ഏതൊക്കെയാണ് അതിന്റെ ഇക്വേഷൻസ്. ഒന്ന് സൈൻ ആണ്. സൈൻ ഇസ് ഈക്വൽ ടു ഒപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഒപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും, എതിർവശം. ഒപ്പോസിറ്റ് സൈഡിനെ എതിർവശം ബൈ കർണം. ഇതാണ് സൈനിന്റെ ഇക്വേഷൻ. അടുത്തത് ഏതാണ്, കോസ് ആണ്. കോസിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കോസ് ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് കോസ് കാണാനുള്ള ഇക്വേഷൻ. അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ എഴുതാം, സമീപവശം, സമീപവശം ബൈ കർണം എന്നാണ്. ഓക്കെ, അപ്പൊ കോസ് മനസ്സിലായല്ലോ. സൈൻ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, എന്നിട്ട് നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ട്രയാങ്കിൾ ഒക്കെ വരച്ച് കാണിച്ചു തരാം. സൈൻ ഇസ് ഈക്വൽ ടു ഒപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ തീറ്റ മീൻസ് ആ ഒരു ആംഗിളിന്റെ മെഷർമെന്റ്. നമ്മൾ അവിടെ, ഞാനിപ്പോൾ ആ തീറ്റ എഴുതിയിട്ടില്ല. സൈൻ കോസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അത് സമീപവശം ബൈ കർണമാണ്. അടുത്തത് ടാൻ ആണ്. ടാൻ ഇസ് ഈക്വൽ ടു ഒപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഒപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ എതിർവശം ബൈ സമീപവശം. കിട്ടിയല്ലോ. അപ്പൊ ആദ്യത്തേത് 3 പഠിച്ചു കഴിഞ്ഞാൽ അതുമായി ചെറിയൊരു ബന്ധമുണ്ട് അടുത്ത 3 കൊസീക്, സീക്കാൻഡ്, കോട്ട്. അടുത്തതിന് ഒരു റിലേഷൻ ഉണ്ട് ഇവ തമ്മിൽ. അതായത് സൈനും കോസും ടാനും പഠിച്ചു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് അടുത്തത് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആദ്യത്തേത് പഠിച്ചു വെക്കുക. ആദ്യത്തെ സെറ്റ് 3 ആണ്. സൈൻ ഇസ് ഈക്വൽ ടു ഒപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണം. കോസ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് സമീപവശം ബൈ കർണം. ടാൻ opposite side by adjacent side, that is എതിർവശം ബൈ സമീപവശം. ഇനി നമുക്ക് ഇതിന്റെ ഒപ്പോസിറ്റ് അതിന്റെ ഓരോന്നിന്റെയും റിലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ തന്നെ വരച്ചെഴുതാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊസീക്ക് ആണ്. കൊസീക്ക് ഈസ് ഈക്വൽ ടു ജസ്റ്റ് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു സൈൻ. സൈൻ നമ്മൾ എന്താ എഴുതിയത്? സൈൻ എഴുതിയത് എന്താണ്? ഒപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. നേരെ തിരിച്ചാണ്. ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, അല്ലെങ്കിൽ മലയാളത്തിൽ കർണം. ഇനി മലയാളം അവിടെ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഓർക്കാൻ പറ്റും. കർണം ബൈ എതിർവശം. ഓർക്കുക,
നോക്കാം. കൊസീക്ക് എന്ന് പറയുന്നത് സൈനിന്റെ റിവേഴ്സ് ആണ്, അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ റെസിപ്രോക്കൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിൽക്രമം എന്ന് വെച്ചാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതാണ് റെസിപ്രോക്കൽ. അപ്പോൾ സൈൻ ഒപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ് ആണെങ്കിൽ അതിന്റെ ജസ്റ്റ് റിവേഴ്സ് അല്ലെങ്കിൽ വിൽക്രമം റെസിപ്രോക്കൽ എന്നൊക്കെ പറഞ്ഞാൽ അത് കൊസീക്ക് ആണ്. ഹൈപ്പോടെന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അടുത്തതിന്റെ രണ്ടെണ്ണത്തിന്റെയും. ഇനി നിങ്ങൾ പറയേണ്ട ഞങ്ങൾക്കറിയാം എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. ക്വസീക്കിന്റെ ഒപ്പോസിറ്റ് ആണ് സീക്ക് ആൻഡ് ടാനിന്റെ ഒപ്പോസിറ്റ് ആണ് കോട്ട്. അപ്പൊ നമുക്ക് കൊസീക്കിന്റെ ഒപ്പോസിറ്റ് നിങ്ങളൊന്ന് പറഞ്ഞൊന്ന് എഴുതി നോക്കിയേ. കൊസീക്കിന്റെ ഒപ്പോസിറ്റ് വരേണ്ടത് തിരിച്ചാണ്. സീക്കിന്റെ ഓപ്പോസിറ്റ് വരേണ്ടത് കോസിന്റെ നേരെ തിരിച്ചാണ്. സീക്കിന്റെ ഇത് വരേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതണം? ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് സീക്കിന്റെ വരിക. മലയാളത്തില് കർണം ബൈ സമീപവശം. കണ്ടല്ലോ, സമീപവശം. ക്ലിയർ ആയിട്ട് എഴുതാ. സീക്ക് കോസിന്റെ ഒപ്പോസിറ്റ് അല്ലെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ആണ്. കോസിന്റെ എന്താ ഇത്? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് നേരെ തിരിഞ്ഞു വന്നു. സീക്കില് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ മൂന്നാമത്തെ നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. കോട്ട് എന്തായിരിക്കും? ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളതാണ്, മനസ്സിലാക്കി എഴുതാം. അടുത്തത് കോട്ടാണ്. കോട്ട് അതിന്റെ റെസിപ്രോക്കൽ ആണ്. ഇതിന്റെ റെസിപ്രോക്കൽ ടാനിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ നേരെ തിരിച്ചെഴുതാം. ഒപ്പോസിറ്റ് സൈഡ് അടിയിലെ ഡിനോമിനേറ്ററിലും അഡ്ജസന്റ് മുകളിലുമാണ് വരേണ്ടത്. അഡ്ജസന്റ് സൈഡ് ബൈ opposite side. Adjacent side by opposite side, that is equal to cot. സമീപ വശം ബൈ എതിർവശം. കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഈ ട്രയാങ്കിൾസ്, അതായത് നമ്മളിപ്പോൾ പഠിച്ച റൈറ്റ് ട്രയാങ്കിൾസിന്റെ സൈഡുകളുടെ അളവുകൾ കാണാൻ. ലെങ്ത് ഓഫ് അതർ ട്രയാങ്കിൾസ് റദർ ദാൻ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ഓർ 45 ഡിഗ്രി 90 ഡിഗ്രി ഇത്തരം ട്രയാങ്കിൾസ് ഒഴികെ ബാക്കി ഏത് ട്രയാങ്കിൾസ് വന്നാലും ഈ രീതിയിൽ നമുക്ക് ഇതിന്റെ സൈഡുകൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണേ നമുക്ക് ശരിക്കും പഠിക്കാനുള്ളൂ. ബാക്കിയൊക്കെ മറ്റേ അതിന്റെ ഇതാണല്ലോ, ഓപ്പോസിറ്റ് ആണല്ലോ, അല്ലെങ്കിൽ വിൽക്കർമാണല്ലോ വന്നിരിക്കുന്നത്. ആദ്യത്തെ മൂന്നെണ്ണം നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കുക. സൈൻ, ദാറ്റ് ഈസ് ഒപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ ഒപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. സൈൻ എതിർവശം ബൈ കർണം. കോസ് സമീപവശം ബൈ കർണം. ടാൻ എതിർവശം ബൈ സമീപവശം. അപ്പൊ ഇത്രയും 6 റേഷ്യോസ് ആണ്, വിച്ച് ഈസ് നോൺ ആസ് ടി റേഷ്യോസ് ആണ് നമുക്ക് ത്രികോണമിതിയിൽ. ഇനി നമ്മൾ അടുത്തത് എങ്ങനെയാണ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ബാക്കി സൈഡ്സ് ഒക്കെ കണ്ടുപിടിക്കാം. അതായത് നമ്മളുടെ തന്നിരുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത അതും നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ച് തന്നെ ഉപയോഗിച്ച് ചെയ്യാം. എന്നാൽ അതിന് പർട്ടിക്കുലർ അങ്ങനെ ഒരു റേഷ്യോ ഉള്ളത് കൊണ്ട് നമുക്ക് ആ രീതിയിലും ചെയ്യാം. എന്നാൽ ഇത് അപ്ലൈ ചെയ്തെന്ന് വെച്ച് യാതൊരു കുഴപ്പമില്ല. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്താണ് ഈ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ്. കാരണം എന്ന് പറഞ്ഞാൽ അറിയാം എന്താ എല്ലാവർക്കും അല്ലെ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. ദ സൈഡ് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രി 90 ഡിഗ്രി കോണിന് എതിർവശം കിടക്കുന്നതാണ് എന്തെന്ന് വിളിക്കാം നമ്മൾ? കർണം, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയാം. എന്നാൽ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ്, സമീപവശം, എതിർവശം, ഇതൊക്കെ എന്താണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ലെറ്റ്സ് ഡ്രോ വൺ ട്രയാങ്കിൾ. നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വരച്ചത് തന്നെ, അതായത് 45 ഡിഗ്രി തന്നെ ഉപയോഗിച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം ആ ഒരു മെഷേഴ്സ് തന്നെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. സോ വൺ ആംഗിൾ ഈസ് 90 ഡിഗ്രി. അത് നമ്മൾ ട്രയാങ്കിൾ ABC വിച്ച് ഈസ് റൈറ്റ് ആംഗിൾ ഡാറ്റ് ആംഗിൾ B. കോൺ 90 ഡിഗ്രി വരുന്നത് ബിയിലാണ് എന്ന് വിചാരിക്കുക. അപ്പൊ ബി ആണ് 90 ഡിഗ്രി ആംഗിൾ. എ എന്ന് പറയുന്ന ഒരു ആംഗിളും BC ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് ആണ്, എയും സിയും ബിയും ഒക്കെ. ബി 90 ഡിഗ്രി ആണ്. ഞാൻ വരച്ചിരിക്കുന്നത് ഒരു 45 ഡിഗ്രിയുടെ ആണ് കേട്ടോ. ആദ്യം നമ്മൾ പഠിച്ചതാണ് ഞാൻ വച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് 45 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ആംഗിൾ സി എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ 1:1:√2. കണ്ടല്ലോ, ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇവിടെ ഈ 1:1:√2 ഒക്കെ എഴുതിയപ്പോൾ നമുക്കിത് ഈ സൈനും കോസും ടാനും ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ വി ഷുഡ് നോ ദ ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ് അല്ലെ, നമുക്ക് എതിർവശം അതുപോലെ തന്നെ സമീപവശം എന്നൊക്കെ അറിയണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന ഇത്തരം റൈറ്റ് ട്രയാങ്കിൾസ് തരുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ റൈറ്റ് ആംഗിൾ മാറ്റി നിർത്തിയിട്ട് എനി വൺ ഓഫ് ദ അക്യൂട്ട് ആംഗിൾ, ബാക്കിയുള്ളത് രണ്ടെണ്ണം എന്ത് കോണുകളായിരിക്കാം?
അക്യൂട്ട് ആംഗിൾ ആണ്, ന്യൂനകോണുകളാണ്. അത് ഓർക്കണം. ബാക്കിയുള്ളത് രണ്ടും എന്ന് വെച്ചാൽ 90 ഡിഗ്രിയിൽ കുറവ്. എന്താണ് അക്യൂട്ട് ആംഗിൾ? ന്യൂനകോണം എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രിയിൽ കുറവുള്ള കോണുകളെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ, ന്യൂനകോൺ എന്ന് വിളിക്കുക. അപ്പൊ നോക്കിയേ, ഇത് 90 ആണെങ്കിൽ ബാക്കി രണ്ടെണ്ണം 45 ആണ്. ബാക്കി രണ്ടും കൂടി കൂട്ടിയാലേ നമുക്ക് എത്ര കിട്ടുള്ളൂ? 90 ഡിഗ്രി. ബാക്കിയുള്ള രണ്ട് കോണം, ഏതൊരു മട്ടത്രികോണം എടുത്താലും, എനി റൈറ്റ് ട്രയാങ്കിൾ, ഏത് മട്ടത്രികോണം എടുത്താലും അതിനകത്ത് ഒരു ആംഗിൾ റൈറ്റ് ആണ്. ദാറ്റ് മീൻസ് 90 ഡിഗ്രി ആണ്. ഒരെണ്ണം 90 മാറ്റി വെച്ചാൽ ബാക്കി രണ്ട് ആംഗിൾസും വിൽ ബി 90 ഡിഗ്രിനേക്കാളും കുറവായിരിക്കും. അത് രണ്ടും കൂടി കൂട്ടിയാലേ നമുക്ക് 90 ഡിഗ്രി കിട്ടുള്ളൂ. അപ്പൊ അത് രണ്ടും 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. അപ്പൊ രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 90 ഡിഗ്രി കിട്ടും. അങ്ങനെയുള്ള ആംഗിൾസിലെ ഏതെങ്കിലും ഒരെണ്ണം ബേസ് ആയിട്ടാണ് എടുക്കുക. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആംഗിള്, ഒരു ആംഗിൾ തന്നു 45 ഡിഗ്രി. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് ഈ സൈനും കോസൊക്കെ കാണാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടത് സൈൻ എ എന്ന് പറയുന്ന ആംഗിൾ ബേസ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ സൈൻ എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ദ ആംഗിൾ സൈൻ എ എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് 45 ഡിഗ്രി കൊടുക്കാം. ഇഫ് യു ആർ ഗിവിംഗ് ദ മെഷർമെന്റ്സ്, നമുക്ക് അതിന് ആ മെഷറിന് ഈക്വൽ ആയിട്ടുള്ള സൈൻ 45 ഈക്വൽ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്, ഒരു ഡെസിമൽ നമ്പർ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ പറയാം. പക്ഷെ ഇപ്പൊ നമ്മൾ അതെന്താണെന്നും അതെങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ഈ ആംഗിളിനെയാണ് ബേസ് ചെയ്യുന്നത്. കാരണം ആ ആംഗിൾ ആണ് ഇവിടെ 45 ഡിഗ്രി നമുക്ക് മാർക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റ് ആംഗിൾസ് ഒക്കെ, മറ്റ് സൈഡുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് അത് തമ്മിലുള്ള ആ റേഷ്യോ ഒന്ന് നമുക്ക് സൈനും കോസൊക്കെ ഉപയോഗിച്ചൊന്ന് എഴുതാം. അപ്പോൾ ഇഫ് യു ആർ ടേക്കിംഗ് ബേസ് ആസ് ദ ആംഗിൾ എ എന്ന് പറയുന്ന കോണിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ എനെ സംബന്ധിച്ച് ബി സി ഈസ് ദ ഓപ്പോസിറ്റ് സൈഡ്. ഓർക്കുക, ബി സി എന്ന് പറയുന്നത് അതിന്റെ എതിർവശമാണ്. ബി സി എന്ന് പറയുന്നത് എതിർവശം. കണ്ടല്ലോ, ആംഗിൾ എനെ ബേസ് ചെയ്യുകയാണെങ്കിൽ എന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ദാറ്റ് ഈസ് ബി സി. ബി സിനെ നമ്മൾ എതിർവശം എന്ന് വിളിക്കും. ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബേസ് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ആംഗിൾ എനെ നമ്മൾ ബേസ് ചെയ്യുമ്പോൾ നമുക്ക് എ ബിനെ നമ്മൾ എന്ത് വിളിക്കും? അഡ്ജസന്റ് സൈഡ് എന്ന് വിളിക്കും. അഡ്ജസന്റ് സൈഡ് എന്ന് വിളിക്കും. സമീപവശം, സമീപം. അതെങ്ങനെ മനസ്സിലായി? സമീപം നോക്കിയേ, ആംഗിൾ എയുടെ അടുത്ത് കിടക്കുന്ന വശമാണ്. ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത്, എതിരെ കിടന്നത് എതിർവശം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ എ എന്ന് പറയുന്നതിനോട് ചേർന്ന് വന്നിരിക്കുന്ന സൈഡാണ് നമുക്ക് സമീപവശം, അഡ്ജസന്റ് സൈഡ്. നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ഇതാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതിനെ നമ്മൾ കർണം എന്ന് വിളിക്കും. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും എഴുതുന്നതെന്ന്? അഡ്ജസന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും മനസ്സിലാക്കിയാൽ, കാരണം നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് എപ്പോഴും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. മറ്റേത് രണ്ടും മനസ്സിലാക്കിയാൽ മതി. തന്നിരിക്കുന്ന ആംഗിൾ ഏതാണോ, സൈൻ കോസ് ഒക്കെ ചെയ്യണമെങ്കിൽ തന്നിരിക്കുന്ന ആംഗിൾ ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ സൈഡ്സ് നിർണ്ണയിക്കുക, അല്ല ഐഡന്റിഫൈ ചെയ്യുക. ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഓപ്പോസിറ്റ് സൈഡാണ്, എതിർവശം. അതിനോട് ചേർന്ന് വരുന്നത് സമീപവശം, ദാറ്റ് ഈസ് ദ അഡ്ജസന്റ് സൈഡ്. കിട്ടിയല്ലോ. അപ്പൊ നീ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ആ സൈഡുകളൊക്കെ വെച്ചിട്ട് നമ്മൾ അതിന്റെ പ്രോബ്ലത്തിലേക്ക് കണക്ക് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയൊക്കെ വരും എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് സൈൻ എ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു സൈൻ എ മീൻസ് സൈൻ 45 ഡിഗ്രി. ഇവിടെ എ എന്ന് പറയുന്ന ആംഗിൾ ഓൾറെഡി നമുക്ക് അറിയാം, അത് 45 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അതിന്റെ റേഷ്യോസ് 1:1:√2 ആണെന്ന് നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ നമുക്ക് സൈൻ എ കാണണം. അതായത് ഈ ഒരു ഇക്വേഷൻ അതിന്റെ രീതിയിൽ ഒന്ന് എഴുതി വെക്കണം. ഇക്വേഷൻ രീതിയിൽ നമുക്ക് സൈൻ എ, സൈൻ 45 ഡിഗ്രി എഴുതണം. എന്താണ് എഴുതേണ്ടത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഞാൻ അതിന്റെ ഫുൾ രൂപത്തിൽ എഴുതുന്നില്ല. എതിർവശം ബൈ കർണം. എയും കായും ഒക്കെ എതിർവശത്തിന്റെ എയും കർണത്തിന്റെ കായുമാണ് എഴുതിയിട്ടുള്ളൂ. ഓൾറെഡി നമ്മൾ വിശദമായിട്ട് മുകളിലൊക്കെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇത് ഞാനൊന്ന് ഷോർട്ടാക്കി. അപ്പൊ സൈൻ എ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് എതിർവശം ബൈ കർണം. അപ്പൊ നമുക്കതൊന്ന് എഴുതിയാലോ? എങ്ങനെയാണ് അതിന്റെ പേര് വരിക? ഓപ്പോസിറ്റ് സൈഡ്, അതായത് സൈൻ എനെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് 1 ആണ്. അപ്പൊ 1 അല്ലെങ്കിൽ ബി സി, നമുക്ക് ആദ്യം അക്ഷരം കൊടുക്കാം. ബി സി ആണ് ഓപ്പോസിറ്റ് സൈഡ്. കർണം എന്ന് പറയുന്നത് ഏത് വശമായിട്ട് വരും? എ സി ആണ് കർണം. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എ സി ആണ്. അപ്പൊ ബി സി ബൈ എ സി, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ 1/√2, 1/√2. കണ്ടല്ലോ, ബി സി ഓപ്പോസിറ്റ് സൈഡ് അവിടെ 1 ആണ്. 1 നമ്മൾ റെപ്രസെന്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്, വാല്യൂ കൊടുത്തിട്ടില്ല, നമ്മൾ ആ റേഷ്യോ മാത്രം എടുത്ത് എഴുതി. അപ്പൊ 1
1/AC എന്ന് പറയുന്നത് കർണം, അത് √2 കർണമാണല്ലോ, അതുകൊണ്ട് √2. അപ്പൊ 1/√2. കണ്ടോ, ഇതെങ്ങനെയാണ് നമ്മൾ ആ സൈനിന്റെ വാല്യൂ, അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള മെഷേഴ്സും, അതായത് കോസും ടാനും കൊസീക്കും ഒക്കെ എഴുതുന്നത് ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എഴുതണ്ടേ. അപ്പൊ ഇക്വേഷൻ ഏതാണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, അതായത് എതിർവശം ബൈ കർണം. എതിർവശത്തിന്റെ പേര് ആദ്യം കൊടുത്തു, എതിർവശത്ത് BC ആണ്. ആൻഡ് കർണം എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് AC ആണ്, അത് അവിടെ കൊടുത്തു. അതിന്റെ വാല്യൂ നമ്മൾ കൊടുത്തു 1/√2. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോസ് A? ഈ പറയുന്ന A ക്വസ്റ്റ്യനിൽ, അതായത് കോസ് A മീൻസ് 45 ഡിഗ്രി തന്നെയാണ്. കോസ് A ന്റെ വാല്യൂ നമുക്ക് കാണണം. ഒന്ന് നോക്കിയേ, നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്താണ് കോസിന്റെ ഇക്വേഷൻ ഇതാണ്, അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സമീപവശം. അഡ്ജസെന്റ് ആണ്, അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ സമീപവശം ബൈ കർണം. സമീപവശം നോക്കുക, 45 ഡിഗ്രീന്റെ സമീപവശം ഏതാണ്? AB ബൈ കർണം മാറ്റൂല, നേരത്തെ പറഞ്ഞ കർണം തന്നെയാണ്, AC ആണ്. ഹൈപ്പോട്ടന്യൂസ് കർണം. കണ്ടല്ലോ. ഇനി നമുക്ക് അതിന്റെ വാല്യൂ കൊടുത്ത് എഴുതാം. AB സമീപവശം എത്രയായിരുന്നു? 1 ആണ്. അപ്പൊ ഈക്വൽ ടു 1/AC √2 തന്നെയായിരുന്നു. 1/√2. കണ്ടല്ലോ. സൈൻ എയും ഏതിന്റെയാണ് നമ്മളിപ്പോ ചെയ്തത്? 1:1:√2 എന്ന് പറയുന്ന 45 ഡിഗ്രി 90 ഡിഗ്രി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ കോസ് വാല്യൂവും സൈൻ വാല്യൂവും, സൈനും കോസും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് 1/√2 ആണ് നമുക്ക് രണ്ടിടത്തും കിട്ടിയത്. അതെന്താ കാരണം കിട്ടിയത്? അതിന്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും ഈക്വൽ ആയിരുന്നു. നമുക്ക് തന്നിരിക്കുന്നതിൽ 1:1 ആണ്. ദാറ്റ് ഈസ് AC എന്ന് പറയുന്ന കർണം അവിടെ മാറുന്നില്ല രണ്ടിലും, അതുകൊണ്ട് 1/√2 നമുക്ക് കിട്ടി. ഇനി നമുക്കൊന്ന് ടാൻ ചെയ്തു നോക്കിയാലോ. ടാൻ A, that is tan എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ കാണേണ്ടത്. ടാനിന്റെ വാല്യൂ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്, ഇക്വേഷൻ ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ്, ഓപ്പോസിറ്റിന്റെ OP എഴുതിയിട്ടുണ്ട്, അഡ്ജസന്റിന്റെ AD എഴുതിയിട്ടുണ്ട്. എതിർവശം ബൈ സമീപവശം. നമുക്ക് അതിന്റെ വാല്യൂ, അതിന്റെ ലെറ്റേഴ്സ് ഒന്ന് എഴുതി നോക്കാം. എതിർവശം ഏതാണ്? BC ആണ്. സമീപവശം ഏതാണ്? AB ആണ്. അപ്പൊ BC ബൈ AB that is equal to BC എത്രയാണ്? 1 ആണ്. AB-യും എത്ര തന്നെയാണ്? 1 ആണ്. ദാറ്റ് ഈസ് 1/1 അല്ലെങ്കിൽ ഒരു വലിയ 1. കണ്ടോ, ഈക്വൽ ആണ്, രണ്ടിടത്തും ഈക്വൽ ആണ്. അപ്പൊ BC ബൈ AB എന്ന് പറയുന്നത് BC-യും AB-യും തുല്യമായതുകൊണ്ട് ടാനിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 1 ആണ്. അപ്പൊ ഇതാണ് നമ്മൾ 45 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന ഒരു ട്രയാങ്കിളിൽ നമ്മളുടെ ഈ പറയുന്ന T റേഷ്യോസ് ഉപയോഗിച്ച്, സൈൻ കോസ് ടാൻ ഉപയോഗിച്ച് നമ്മളിപ്പോൾ സൈനും കോസും ടാനും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. അത് എഴുതുന്നത് എങ്ങനെയാണെന്ന്. പ്രോബ്ലം നമ്മൾ ഇതിന്റെ വാല്യൂസ് മാറ്റി, ഇപ്പോൾ 1:1 സ്ഥാനത്ത് ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് തന്നു കഴിഞ്ഞാൽ മറ്റ് 2 സൈഡുകൾ നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാം. ഇപ്പൊ അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻ പഠിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇതാണ് ഇതിന്റെ രീതി. ക്ലിയർ ആയോ? 45 ഡിഗ്രി 90 ഡിഗ്രി കിട്ടിയല്ലോ, അത് മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് നമ്മൾ വേറൊരു കൂടി പഠിച്ചിരുന്നല്ലോ, ഏതായിരുന്നു അത്? 30, 60, 90. അതൊന്ന് ചെയ്തു നോക്കാം ഇതുപോലെ തന്നെ. അപ്പൊ ഇത് ബാക്കിയാണ്, ഇത് മനസ്സിലായിട്ടുണ്ടാകും. ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം. അടുത്ത ട്രയാങ്കിൾ നമുക്ക് നോക്കാം. ലെറ്റ്സ് കൺസിഡർ ദ ട്രയാങ്കിൾ. വരയ്ക്കുമ്പോൾ ഏകദേശം ഷേപ്പൊക്കെ വരണം. കാണുമ്പോൾ ഇതൊരു 30 ഡിഗ്രി ആംഗിൾ ആണെന്ന രീതിയിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ വേറൊരു ട്രയാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ വേറെ പേര് കൊടുക്കുകയാണ്, XYZ വിച്ച് ഈസ് റൈറ്റ് ആംഗിൾഡ് അറ്റ് Y എന്ന് പറയുന്നിടത്ത് മട്ടകോണാകുന്ന രീതിയിൽ XYZ എന്ന് പറയുന്ന ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇതിന്റെ സൈഡ്സ് എങ്ങനെയാണ്? 1:√3:2 ആണ്. അപ്പൊ ഞാൻ ഇവിടെ 1 എവിടെയാ കൊടുക്കേണ്ടത്? കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നത് എവിടെയാ കൊടുക്കണമെന്ന്. √1ഉം √3യും 2 ഒക്കെ എവിടെയാ കൊടുക്കുന്നതെന്ന്. 30ന്റെ ഓപ്പോസിറ്റ് 30 ആണ് ഏറ്റവും ചെറിയ ആംഗിൾ. ഏറ്റവും ചെറിയ ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഏറ്റവും ചെറിയ വശം തന്നെയായിരിക്കും. അപ്പൊ ഏറ്റവും ചെറിയ ആംഗിൾ ഇതിനകത്ത് 30 ഡിഗ്രിയാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് 1 വരേണ്ടത്. രണ്ടാമത്തേത് 60 ഡിഗ്രിയാണ്. ഏറ്റവും അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലാസ്റ്റ് നമുക്കറിയാം ആ വലിയ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ എക്സിന്റെ ഓപ്പോസിറ്റ് √3. ഇവിടെയാണ് ഏറ്റവും വലിയ സൈഡ്, ദാറ്റ് ഈസ് ഏറ്റവും വലിയ ആംഗിളിന് ഓപ്പോസിറ്റ് തന്നെയാണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 ആണ്. ഇനി നമുക്ക് ഇതിനകത്തും നമുക്ക് എന്ത് ചെയ്യാം? ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിള് 30 ഡിഗ്രിയാണ്. അപ്പൊ ഈ 30 ഡിഗ്രി മാർക്ക് ചെയ്തിരിക്കുന്ന തന്നിരിക്കുന്ന ആംഗിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ എങ്ങനെ എഴുതും നോക്കാം. സൈൻ 30, കോസ് 30, അതുപോലെ ടാൻ 30 ഒക്കെയാണ് ചെയ്യുക. അപ്പൊ ഈ ആംഗിളിനെ ബേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം വിച്ച് ഈസ് ദ ഓപ്പോസിറ്റ് സൈഡ്. Z എന്ന് പറയുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് വരാം, അതായത് എതിർവശം വരുന്നത് ഇവിടെയാണ്. അഡ്ജസന്റ് സൈഡ് വരുന്നത് എവിടെയാണ്? താഴെ ഈ √3 വരുന്നിടത്താണ് അഡ്ജസന്റ് സൈഡ് വരിക. അഡ്ജസന്റ്
ദാറ്റ് ഈസ് സമീപവശം. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ്. ഇവിടെയാണ് 2 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന സൈഡിലാണ് നമുക്ക് കർണം വരിക, ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഈ ഓരോ വാല്യൂസും ഇവിടെയും ചെയ്തു നോക്കാം. 45ന്റെ ചെയ്തതുപോലെ നമുക്ക് ഇവിടെ അങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സൈൻ്റെ ഇക്വേഷൻ ഇതാണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണം. മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ നോക്കിയിട്ട് അക്ഷരങ്ങളൊന്നും പറഞ്ഞ് ഏതാണ് ഓപ്പോസിറ്റ് സൈഡിനെ ഡിനോട്ട് ചെയ്യുന്ന ആ വശം ഏതാണ്? ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് അല്ലെ, എതിർവശം XY ആണ്. അപ്പൊ ഞാൻ അവിടെ XY എന്ന് കൊടുക്കുന്നു. ബൈ കർണം ഏതാണ്? XZ ആണ്. അപ്പൊ XZ എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് അതിന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ് എത്ര എഴുതിയിരുന്നേ? 1 ആണ് കേട്ടോ. 1 ബൈ കർണം എത്രയാണ്? 2 ആണ്. 1/2. അപ്പോൾ സൈൻ 30 എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൽ 30, 60, 90 എന്ന് പറയുന്ന ട്രയാങ്കിളിൽ സൈൻ 30 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 1/2 കിട്ടി. അപ്പൊ നമുക്ക് ഇനി അടുത്തത് എഴുതാം. കോസ് 30, കോസ് 30. കോസ് എന്ന് പറയുന്നത് ഇതിന്റെ 30 ഡിഗ്രീന് ഓപ്പോസിറ്റ് നമ്മൾ അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു നോക്കാം. കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സമീപവശം ബൈ കർണമാണ്. ഇനി നിങ്ങൾ പേര് കൊടുക്കാം. സമീപവശം ഏതാണ്? അഡ്ജസന്റ് സൈഡ് ഏതാണ്? എവിടെയാണ്? അഡ്ജസന്റ് സൈഡ് YZ ആണ്. YZ കൊടുക്കുന്നു. കർണം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, XZ അതവിടെ കൊടുക്കുന്നു. ഇനി നമുക്ക് വാല്യൂ കൊടുക്കാം. സമീപവശം അതിന്റെ വാല്യൂ എത്രയാണ്? √3 ആണ്. ബൈ കർണം എത്രയായിരുന്നു? 2 ആയിരുന്നു. അപ്പൊ √3/2 ആണ് കോസ് 30യുടെ വാല്യൂ ആയിട്ട് വരേണ്ടത്. കോസ് 30യുടേത് √3/2 ആണ്. കിട്ടിയല്ലോ. അടുത്തത് നമുക്ക് ടാൻ 30. ടാൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അതായത് എതിർവശം ബൈ സമീപവശം. എതിർവശം നോക്ക്, ഏതാണ് എതിർവശം? ഇത് എവിടെയാണ്? XY എന്ന് പേര് കൊടുക്കുന്നു. ബൈ സമീപവശം എന്താണ്? YZ ആണ്. YZ കൊടുത്തു. വാല്യൂസ് കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്, സമീപവശം √3 ആണ്. 1/√3 ഇതാണ് ഇതിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു ട്രയാങ്കിളിലെ നമുക്ക് തന്നിരിക്കുന്ന സൈഡ് 1:√3:2 ആയിരുന്നു. നമ്മൾ ആ രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് സൈൻ കോസ് ടാൻ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എടുത്ത് ഇനി സൈൻ 30, കോസ് 30 അല്ലെങ്കിൽ ടാൻ 30ക്കൊക്കെ വാല്യൂ കൊടുക്കുന്ന ഒരു ടേബിൾ ഉണ്ട് നമുക്ക്. ആ ടേബിളിനകത്ത് നോക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ വാല്യൂ അവിടെ കൊടുത്ത് ഇതിന്റെ എന്താണ് പറയുക XYയോ അല്ലെങ്കിൽ XZോ അല്ലെങ്കിൽ YZോ ഒക്കെ നമ്മൾ സൈഡ്സ് കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾ അതെങ്ങനെ കൊടുക്കുന്നു അല്ലെങ്കിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതിന്റെ വഴിയിലേക്ക് എത്തുന്നു എന്നുള്ളത് മാത്രമേ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ക്ലിയർ ആയോ? ഇന്ന് നമ്മൾ പഠിച്ച ടേബിൾ ഇതാണ്. ഇന്ന് നമുക്ക് അടുത്ത ടി റേഷ്യോസ് ഉപയോഗിച്ച് അടുത്ത ട്രയാങ്കിൾസ് തരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ സൈഡുകൾ മെഷർ ചെയ്ത് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അളവുകൾ കൊടുത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതിനുള്ള ടേബിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. സൈൻ കോസ് ടാൻ അതിന് നേരെ വിൽക്രമം ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്ക് ആൻഡ് കോട്ട് വാല്യൂസും എങ്ങനെ കൊടുക്കുന്നു എന്നാണ് ആ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അതുപയോഗിച്ച് നമ്മൾ 2 ട്രയാങ്കിൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഡീറ്റെയിൽഡ് ആയിട്ട് അത് ചെയ്തു. സൈഡുകളൊക്കെ എങ്ങനെ കൊടുത്ത് കണ്ടുപിടിക്കും. പ്രോബ്ലംസ് നമ്മൾ അടുത്ത ദിവസമാണ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കഴിഞ്ഞ ദിവസം പഠിച്ച ആ പ്രോബ്ലംസ് ആ ഒരു ട്രയാങ്കിൾസ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. സൈനും കോസ് ഉപയോഗിക്കുന്നത്, ടാൻ ഉപയോഗിക്കുന്നത്. ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഒരെണ്ണം പഠിച്ചാൽ മതി, ഒരു സെറ്റ് പഠിച്ചാൽ മതി. ആദ്യത്തെ 3 എണ്ണം പഠിക്കുക. അതിന്റെ ജസ്റ്റ് റെസിപ്രോക്കലാണ്. അടുത്തത് 3 എണ്ണം എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഡിസ്കസ് ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.